വാട്ടർ ടാങ്കിൽ കോഴി വേസ്റ്റ് കലർത്തിയതിനെ തുടർന്ന് മാളയിൽ കുടിവെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ ഒരു കുടുംബം. മാള കോൾക്കുന്ന് സ്വദേശിയായ തച്ചിൽ വാസുവിന്റെ വീട്ടിലെ 2 വാട്ടർ ടാങ്കുകളിലാണ് കോഴി വേസ്റ്റ് കലർത്തിയതായി കണ്ടെത്തിയത്. മാള അരവിന്ദന്റെ 11ാം ചരമവാർഷികം ഇന്ന്. മാളയിൽ അദ്ദേഹത്തിനായി നിർമ്മിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത സ്മാരകം ഇന്നും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു. ഇരിങ്ങാലക്കുടയിൽ ആനയിടഞ്ഞ് പരിഭ്രാന്തി പരത്തി. പിങ്ക് പോലീസിന്റെ കാർ ആന കൊമ്പിലുയർത്തി. പൊറത്തുശ്ശേരി കല്ലട വേലാഘോഷത്തിന്റെ ഭാഗമായി എത്തിച്ച ആനയാണ് ഇടഞ്ഞോടിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വാട്ടർ ടാങ്കിൽ കോഴി വേസ്റ്റ് കലർത്തിയതിനെ തുടർന്ന് മാളയിൽ കുടിവെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ ഒരു കുടുംബം. മാള കോൾക്കുന്ന് സ്വദേശിയായ തച്ചിൽ വാസുവിന്റെ വീട്ടിലെ 2 വാട്ടർ ടാങ്കുകളിലാണ് കോഴി വേസ്റ്റ് കലർത്തിയതായി കണ്ടെത്തിയത്. 6 മാസം മുമ്പ് സമീപത്തെ മറ്റൊരു വീട്ടിലും സമാന രീതിയിൽ വാട്ടർ ടാങ്കിൽ കോഴി വേസ്റ്റ് കലർത്തിയ സംഭവം ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മാള കോൾക്കുന്ന് സ്വദേശിയായ തച്ചിൽ വാസുവിന്റെ വീട്ടിലെ വാട്ടർ ടാങ്കുകളിൽ അജ്ഞാതൻ കോഴി വേസ്റ്റ് കലർത്തിയതായി പരാതി. ഇന്നലെ രാത്രി 1000 ലിറ്ററിന്റെയും 500 ലിറ്ററിന്റെയും 2 ടാങ്കുകളിലുമാണ് മാലിന്യം കലർത്തിയതായി കണ്ടെത്തിയത്. ഇതോടെ വീട്ടിൽ കുടിവെള്ളം മുഴുവനായി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയായി. കിണറില്ലാത്ത വീടായതിനാൽ ടാങ്കിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് കുടുംബം ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. രാവിലെ വെള്ളത്തിന് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ടാങ്കുകളിൽ കോഴി മാലിന്യം കലർന്നതായി കുടുംബാംഗങ്ങൾ കണ്ടെത്തിയത്. ആരോഗ്യ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ടാങ്കുകളിലെ വെള്ളം മുഴുവൻ ഒഴുക്കിക്കളയേണ്ടി വന്നു. 6 മാസം മുമ്പ് സമീപത്തെ മറ്റൊരു വീട്ടിലും സമാന രീതിയിൽ വാട്ടർ ടാങ്കിൽ കോഴി വേസ്റ്റ് കലർത്തിയ സംഭവം ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി. മീഡിയ ടൈം, മാള. മാള അരവിന്ദന്റെ 11ാം ചരമവാർഷികം ഇന്ന്. മാളയിൽ അദ്ദേഹത്തിനായി നിർമ്മിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത സ്മാരകം ഇന്നും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു. സ്മാരകം നിർമ്മിക്കാൻ സ്ഥലമില്ലെന്ന വാദം ഉയർത്തുമ്പോഴും ഗ്രാമപഞ്ചായത്തിന് സമീപമുള്ള മാളക്കടവും വലിയ പറമ്പിലെയും സ്ഥലങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് മനഃപൂർവ്വമാണെന്ന ആരോപണം ഉയർന്നിരുന്നു. മാള അരവിന്ദൻ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 11 വർഷം തികയുന്നു. എന്നാൽ ഇത്രയും വർഷം പിന്നിട്ടിട്ടും അദ്ദേഹത്തിനായി ഉചിതമായ ഒരു സ്മാരകം മാളയിൽ യാഥാർത്ഥ്യമാകാതെ തുടരുകയാണ്. പതിവ് തെറ്റിക്കാതെ ഈ വർഷവും മാള അരവിന്ദന്റെ വീട്ടിലേക്കുള്ള വടമ കിണർ റോഡിന് മാള അരവിന്ദൻ റോഡ് എന്ന പേര് നൽകണമെന്നും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഒരു സാംസ്കാരിക കേന്ദ്രം നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA-ക്കും മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കുമാണ് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് കത്ത് നൽകിയിരിക്കുന്നത്. സ്മാരക നിർമ്മാണത്തിന് അനുയോജ്യമായ സ്ഥലവും കത്തിൽ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്മാരകത്തിന് സ്ഥലം ലഭ്യമായാൽ മാള അരവിന്ദന് സ്മാരകം നിർമ്മിക്കുന്നതിനാവശ്യമായ തുക നൽകാമെന്ന് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA നേരത്തെ ഉറപ്പു നൽകിയിരുന്നുവെന്നും ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം കണ്ടെത്തി കത്ത് നൽകിയതെന്നും ഷാൻഡി ജോസഫ് തട്ടകത്ത് അറിയിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം ചെറുകിട ജലസേചന വകുപ്പിന് 1994 മോട്ടോർ ഷെഡ് നിർമ്മിക്കുന്നതിനായി സൗജന്യമായി ലഭിച്ച 5 സെന്റ് സ്ഥലമാണ് സ്മാരകത്തിനായി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാള അരവിന്ദൻ മരണമടഞ്ഞിട്ട് 11 വർഷം തികയുമ്പോഴും അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം മാളയിൽ ഉയർത്താൻ ഗ്രാമപഞ്ചായത്തിനോ സർക്കാരിനോ ഇതുവരെ സാധിച്ചിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ്. മാള അരവിന്ദന്റെ വീട്ടിലേക്കുള്ള വടമ കിണർ റോഡിനോ മാള പഞ്ചായത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോ അദ്ദേഹത്തിന്റെ പേര് നൽകണമെന്ന ആവശ്യവും അതിനാവശ്യമായ ചെലവ് ഫൗണ്ടേഷൻ വഹിക്കാമെന്ന ഉറപ്പും നൽകി കഴിഞ്ഞ 10 വർഷമായി ഫൗണ്ടേഷൻ കത്ത് നൽകി വരുന്നുണ്ടെങ്കിലും ഒരു ഭരണസമിതി തീരുമാനത്തിലൂടെ യാഥാർത്ഥ്യമാക്കാവുന്ന വിഷയത്തിൽ പോലും നടപടിയുണ്ടായിട്ടില്ല. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന് നാമകരണം ചെയ്ത മാളക്കുളത്തിന്റെ ഒരു വശത്ത് മാള അരവിന്ദൻ സായാഹ്ന പാർക്ക് എന്ന ബോർഡ് സ്ഥാപിച്ചതാണ് ഇതുവരെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഏക നടപടി. ഈ ബോർഡ് സ്ഥാപിച്ച് മാള അരവിന്ദൻ സ്മാരക വിഷയം ഒതുക്കിയെന്ന ആരോപണത്തെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ വിവാദങ്ങളിലൂടെ അല്ല മാള അരവിന്ദന് സ്മാരകങ്ങൾ നിർമ്മിക്കേണ്ടതെന്നും പുതുതായി ചൂണ്ടിക്കാണിച്ച സ്ഥലം ഏറെ അനുയോജ്യമാണെന്നും ഇവിടെ തടസ്സവാദങ്ങൾ ഉയർത്താതെ MLA നൽകിയ വാക്ക് പാലിക്കാൻ ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്നുമാണ് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ ആവശ്യപ്പെടുന്നത്. മീഡിയ ടൈം, മാള. ഇരിങ്ങാലക്കുടയിൽ ആനയിടഞ്ഞ് പരിഭ്രാന്തി പരത്തി. പിങ്ക് പോലീസിന്റെ കാർ ആന കൊമ്പിലുയർത്തി. പൊറത്തുശ്ശേരി കല്ലട വേലാഘോഷത്തിന്റെ ഭാഗമായി എത്തിച്ച ആനയാണ് ഇടഞ്ഞോടിയത്. പൊറത്തുശ്ശേരി കണ്ടരംതറ മൈതാനത്ത് വെച്ചാണ് ആന ഇടഞ്ഞത്.
പൊറുത്തുശ്ശേരി കല്ലടവേലയുടെ ഭാഗമായി പടിഞ്ഞാട്ടുമുറി ശാഖ എഴുന്നള്ളിപ്പിനായി എത്തിച്ച ആയയിൽ ഗൗരിനന്ദൻ എന്ന ആനയാണ് ഇടഞ്ഞത്. മൈതാനത്ത് പാർക്ക് ചെയ്തിരുന്ന പിങ്ക് പോലീസിന്റെ കാർ ആന കുത്തിമറിച്ചിട്ടു. കാറിന്റെ പുറകുവശം തകർന്നു. എലഫന്റ് സ്ക്വാഡ് പ്രവർത്തകരും ആനപ്പാപ്പാന്മാരും ചേർന്ന് ഏറെ ശ്രമത്തിനൊടുവിൽ ആനയെ തളച്ചു. പിന്നീട് ആനയെ ഉത്സവ പറമ്പിൽ നിന്നും കൊണ്ടുപോയി. ഇരിഞ്ഞാലക്കുട പോലീസ് സ്ഥലത്തെ സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. മീഡിയ ടൈം, ഇരിഞ്ഞാലക്കുട. പ്രായം വെറും അക്കങ്ങളാണെന്നും വാർദ്ധക്യം പഠനത്തിനൊരു തടസ്സമല്ലെന്നും തെളിയിക്കുകയാണ് ചാലക്കുടി ഹൗസിംഗ് ബോർഡ് കോളനിയിലെ കോരങ്ങത്ത് വീട്ടിൽ ചന്ദ്രിക ദേവരാജ്. സാക്ഷരതാ മികവോത്സവ പരീക്ഷ എഴുതി കഴിഞ്ഞു 10ാം ക്ലാസ് പാസ്സാകണമെന്നാണ് ചന്ദ്രികയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ചെറുപ്രായത്തിൽ മുടങ്ങിപ്പോയ പഠനം 78ാമത്തെ വയസ്സിൽ തിരിച്ചുപിടിക്കാനൊരുങ്ങുകയാണ് ചാലക്കുടി ഹൗസിംഗ് ബോർഡ് കോളനിയിലെ കോരങ്ങത്ത് വീട്ടിൽ ചന്ദ്രിക ദേവരാജ്. സാക്ഷരതാ മികവോത്സവ പരീക്ഷയിൽ കൈവിറയ്ക്കാതെയും ആത്മവിശ്വാസത്തോടെയും ചന്ദ്രിക ഉത്തരങ്ങൾ എഴുതി. പരീക്ഷ പാസ്സാകുന്നതോടെ ചന്ദ്രികയ്ക്ക് 4ാം ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിക്കും. ജീവിത സാഹചര്യങ്ങളും പ്രാരാബ്ധങ്ങളും പഠനത്തിന് തടസ്സമായ കാലത്തോട് പകരം വീട്ടുകയാണിവർ. അച്ഛനെ കണ്ട ഓർമ്മയില്ല. അമ്മ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു. 4 സഹോദരങ്ങൾക്കൊപ്പം ബന്ധുക്കളുടെ സംരക്ഷണത്തിലായി പിന്നീട്. അതോടെ ഇവരുടെ പഠനം മുടങ്ങി. ആശാട്ടിയുടെ ശിക്ഷണത്തിൽ ചെറുപ്പകാലത്ത് അഭ്യസിച്ച അക്ഷരങ്ങളൊന്നും ഇപ്പോഴും മറന്നിട്ടില്ല. പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ജീവിത സാഹചര്യങ്ങൾ വില്ലനായി. സമപ്രായക്കാർ സ്കൂളിലേക്ക് പോകുമ്പോൾ അടുക്കളപ്പണിയും മറ്റുമായി ഒതുങ്ങേണ്ടി വന്നു ചന്ദ്രികയ്ക്ക്. വലുതായപ്പോൾ ബന്ധുവിന്റെ സഹായത്തോടെ ജോലി തേടി ബോംബെയിലെത്തി. ഭർത്താവിന്റെ വേർപാടിനു മുന്നിൽ പകച്ചു നിൽക്കാതെ മകനും മകൾക്കുമായി രാപ്പകലില്ലാതെ ജോലി ചെയ്തു. മകളെ വിവാഹം കഴിപ്പിച്ചു. ഇതിനിടെയുണ്ടായ മകന്റെ ആകസ്മികമായ മരണം ഇവരെ തളർത്തി. തുടർന്നാണ് മകളുടെ നിർദ്ദേശപ്രകാരം നാട്ടിലെത്തി ഹൗസിംഗ് ബോർഡ് കോളനിയിലെ വാടക വീട്ടിൽ താമസമാക്കിയത്. ഇതിനിടെയാണ് പ്രേരകായ ബിന്ദുവുമായി പരിചയപ്പെടുന്നത്. പഠിക്കാനാകാത്തതിലുള്ള വിഷമം പങ്കുവച്ചതോടെ ചന്ദ്രികയ്ക്ക് പ്രോത്സാഹനമായി പ്രേരകും ഒപ്പം കൂടി. 10ാം ക്ലാസ് പാസ്സാകണമെന്നാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ആരോഗ്യം അനുവദിച്ചാൽ തുടർ പഠനവും ചെയ്യണമെന്നാണ് ആഗ്രഹമെന്ന് ചന്ദ്രിക പറയുന്നു. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. അഖിലേന്ത്യാ കിസാൻ സഭ മാള മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ കർഷക രോഷാഗ്നി എന്ന പേരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. അഷ്ടമിച്ചിറയിൽ നടന്ന സംഗമം സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒന്ന്, വിത്ത് ബില്ല് പിൻവലിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, രാസവളത്തിൻ്റെ വിലവർധനവ് പിൻവലിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ നടപടിയുണ്ടാകണം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി ആ പദ്ധതി തന്നെ ഇല്ലാതാക്കുന്നുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത്. അതിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിന്തിരിയണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപാട് കാലങ്ങളായി കിസാൻ സഭ മുന്നോട്ട് വെക്കുന്നതാണ് നമ്മുടെ കേരളത്തിലെ ഈ വന്യമൃഗശല്യത്തിന് ശാശ്വതമായൊരു പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി വനനിയമത്തിലുള്ളൊരു ഭേദഗതി കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള വിത്ത് ബില്ല് അത് പിൻവലിച്ചില്ലെങ്കിൽ രാജ്യത്തെ കൃഷിക്കാർ വലിയ പ്രതിസന്ധിയെ നേരിടും. PF ജോൺസൺ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ MR അപ്പുക്കുട്ടൻ, KV സുജിത് ലാൽ, സുഗിത് രവി, PM വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. വിത്ത് ബിൽ പിൻവലിക്കുക, രാസവിള വർധന പിൻവലിക്കുക, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുവാൻ വനസംരക്ഷണ നിയമം പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സംഗമം. വിശ്വാസവും ആഘോഷവും ഒരുപോലെ വാനിലുയർത്തി മാളയിൽ ടൗൺ അമ്പ്. മാളാങ്ങാടിയിലെ തൊഴിലാളികളും വിശ്വാസികളും ടൗൺ അമ്പിൽ സജീവ പങ്കാളികളായി. വാദ്യമേളങ്ങളും വർണ്ണത്തേരുകളും വിസ്മയ കാഴ്ചകളായി. LED കുടകളും ടൗൺ അമ്പിന് ചാരുതയേകി. മാളയുടെ ദേശീയോത്സവമായിട്ടാണ് ടൗൺ അമ്പിനെ വിശ്വാസികൾ വിശേഷിപ്പിക്കുന്നത്.
മുംബൈ പോലീസ് ചമഞ്ഞ് 18.15 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. രഹസ്യമായി ദുബായിലേക്ക് കടക്കുന്നതിനായി ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് പ്രതിയെ പിടികൂടിയത്. ആലപ്പുഴ സ്വദേശി പനക്കിങ്കിൽ പുരയിടം വീട്ടിൽ മുഹമ്മദ് ഷുഹൈബ് എന്ന ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂളിമുട്ടം സ്വദേശിയായ വയോധികനെയും ഭാര്യയെയും വാട്സപ്പ് വീഡിയോകളിൽ വിളിച്ച് മുംബൈ സലാർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്നും ഡിജിറ്റൽ അറസ്റ്റിലാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് 18.15 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതിന് മതിലകം പോലീസ് സ്റ്റേഷനെടുത്ത കേസിലാണ് അറസ്റ്റ്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിമോദ്, SI അജയ് S മേനോൻ, ASI വഹാബ്, GSPO ഷനിൽ, CPO വിഷ്ണു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് കൊടുങ്ങല്ലൂർ മേഖലാ തലത്തിൽ സെമിനാറും കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം പരിധിയിൽ നിന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ചവർക്കും കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗ് നേതാവ് KK സക്രയ്ക്കും സ്വീകരണം നൽകി. തുടർന്ന് സെമിനാർ സംഘടിപ്പിച്ചു. PA സീതി അധ്യക്ഷത വഹിച്ച ചടങ്ങ് മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ സെക്രട്ടറി നൌഷാദ് വാളൂർ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൂർ മുള്ളൂർക്കര മുഖ്യപ്രഭാഷണവും TA നൌഷാദ് ആമുഖ പ്രഭാഷണവും നടത്തി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PI നിസാർ ഉപഹാര സമർപ്പണം നടത്തി. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് യൂസഫ് പടിയത്ത് മുഖ്യാതിഥിയായിരുന്നു. കൊടുങ്ങല്ലൂർ നായർ യുവജന ട്രസ്റ്റ് 1ാം വാർഷികം ആഘോഷിച്ചു. ഭവന നിർമ്മാണ ആദ്യ ഗഡു വിതരണം, ചികിത്സാ സഹായ വിതരണം, ആദരിക്കൽ എന്നീ വിവിധ പരിപാടികളുടെയാണ് 1ാം വാർഷികം ആഘോഷിച്ചത്. ഡോക്ടർ കൃഷ്ണ S മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് രക്ഷാധികാരി PU സുരേഷ് കുമാർ ആമുഖ പ്രസംഗം നടത്തി. ട്രസ്റ്റ് പ്രസിഡന്റ് K ശ്രീരാജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിന്ദൂർ ഓപ്പറേഷനിലെ പാരഷൂട്ട് റെജിമെന്റിലെ RK അരുണിനെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ സുമതി അച്യുതൻ ആദരിച്ചു. പടിഞ്ഞാറ് ചാലക്കുടിയിലെ പ്രവാസികളുടെ കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് കാത്തലിക് എക്സ്പാട്രിയറ്റ്സിന്റെ കുടുംബസംഗമം നടന്നു. പടിഞ്ഞാറ് ചാലക്കുടി നിത്യസഹായ മാതപ്പള്ളി വികാരി ഫാദർ നിക്സൺ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജിജോ അമ്പുക്കൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോൺസൺ മുട്ടത്ത്, സോബി തരകൻ, ഫാദർ ജോസഫ് പയ്യപ്പള്ളി, വിൽസൺ മറ്റത്തിൽ, ജിജോ തരകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാട്ടർ ടാങ്കിൽ കോഴി വേസ്റ്റ് കലർത്തിയതിനെ തുടർന്ന് മാളയിൽ കുടിവെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ ഒരു കുടുംബം. മാള കോൾക്കുന്ന് സ്വദേശിയായ തച്ചിൽ വാസുവിന്റെ വീട്ടിലെ 2 വാട്ടർ ടാങ്കുകളിലാണ് കോഴി വേസ്റ്റ് കലർത്തിയതായി കണ്ടെത്തിയത്. മാള അരവിന്ദന്റെ 11ാം ചരമവാർഷികം ഇന്ന്. മാളയിൽ അദ്ദേഹത്തിനായി നിർമ്മിക്കുമെന്ന വാഗ്ദാനം ചെയ്ത സ്മാരകം ഇന്നും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു. ഇരിഞ്ഞാലക്കുടയിൽ ആനയിടഞ്ഞ് പരിഭ്രാന്തി പരത്തി. പിങ്ക് പോലീസിന്റെ കാർ ആന കൊമ്പിലുയർത്തി. പൊറത്തുശ്ശേരി കല്ലട വേലാഘോഷത്തിന്റെ ഭാഗമായി എത്തിച്ച ആനയാണ് ഇടഞ്ഞോടിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.